സങ്കീർത്തനം 61 രണ്ടാം തിരുവാടി. സങ്കീർത്തനം 61:2 പറയുന്നു, ഇങ്ങനെ പറയുന്നു: ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവി കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് യേശുവിൻ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയി. കർത്താവ് നമ്മളെ കുറ്റപ്പെടുത്താത്ത രീതിയിലാണോ നമ്മളായിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭക്തി പ്രകടനവും അതുപോലെ തന്നെ ആവശ്യം അനുസരിച്ചുള്ള പ്രാർത്ഥനയും നമ്മൾ കടന്ന് ഈ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു നമ്മളെ ഉറ്റുനോക്കുന്നു. ആരാണ് റിയൽ ഭക്തൻ? ആരാണ് റിയലായിട്ട് എന്നെ വിശ്വസിക്കുന്നത്? അപ്പൊ ദൈവം ദൈവം തന്ന വിശ്വാസത്തിൽ നിന്നും ആ അടിസ്ഥാനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ കർത്താവിനെ സന്തോഷപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതയാത്രയില്, വിശ്വാസയാത്രയില് നമ്മളിത് ചിന്തിക്കാനുള്ള ഒരു സ്ട്രൈറ്റ് മൈൻഡ് നമുക്ക് വരുന്നില്ല. കാരണം ആകുലതയും പ്രയാസവും രോഗവും സാമ്പത്തിക ക്ലേശങ്ങളും കടബാധ്യതകളും ശാരീരിക വേദനകളും എല്ലാം കടന്നു വരുമ്പോൾ, അപമാനങ്ങളും ഒറ്റപ്പെടലും എല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് ആ വിശ്വാസത്തിൽ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്, ദൈവം ബൈബിൾ കൂടെ, വേദപുസ്തകത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കാൻ പോകുന്നത്, ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമ്മളത് തിരുത്തണം, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളത് ഗ്രഹിക്കണം. അതിന് അനുസരിച്ച് വേണം നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും കൂട്ടായ്മ പ്രാർത്ഥനയിലും നമ്മളായിരിക്കുമ്പോൾ, ഒരാളിങ്ങനെ വചനം എന്ന് പറഞ്ഞിട്ട് പോകുന്നു, അച്ഛന്മാര് വരുന്നു, വചനം പറയുന്നു, വലിയ വലിയ പ്രദേശ് വചനം പറയുന്നു, നമ്മളത് കേൾക്കുന്നു, എഴുതുന്നു, പോകുന്നു. പക്ഷേ ദൈവം എവിടെയാണ് നമ്മൾ ഓരോരുത്തരെയും കാണുന്നത് എന്ന് ബൈബിൾ കൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവം തന്ന ആ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് കുറച്ചു നേരത്തേക്ക് നമ്മളെ തന്നെ മറക്കാം കർത്താവിന്റെ സന്നിധിയിൽ. ദൈവം എനിക്ക് തന്ന വിശ്വാസം ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ദൈവം എന്നെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ ഞാൻ കർത്താവിന്റെ കൂടെ വിശ്വസ്തനായിട്ടിരിക്കുമെന്ന ഒരു ദൃഢനിശ്ചയത്തോടെ നമുക്ക് ഇവിടെ ആയിരിക്കാം. അതിനുവേണ്ടി പരിശുദ്ധ ദൈവമാതാവിനോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അങ്ങേ കുമാരൻ പറയുന്നത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതോട് ചേർന്ന് ഞങ്ങളെ വെക്കുവാനും നിർത്തുവാനും ഞങ്ങളുടെ ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിനുള്ള വേണ്ട ആത്മീയ ജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനയെ മുഴുവൻ പരിശുദ്ധ ദൈവമാതാവ് ഇടപെടുവാൻ, പരിശുദ്ധാത്മാവ് ഇടപെടുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സുഖമില്ലാതെ കിടക്കുന്ന എത്രയോ പേരുണ്ടാവും. അതുപോലെ
കഷ്ടങ്ങള്, അതുപോലെ കടബാധ്യതകള്, അതെല്ലാം ആലോചിച്ചുകൊണ്ട് അതെല്ലാം കൈത്തുമ്പിൽ വെച്ച് സ്വർഗത്തിലേക്ക് നീട്ടിക്കൊണ്ട് നമുക്ക് പറയാം ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരി കൊടുത്തേ, ഒന്ന് സ്തുതി കൊടുത്തേ, നാണമില്ലാതെ, ഭയമില്ലാതെ, പേടിയില്ലാതെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യ ആത്മാവ്, ദൈവാത്മാവ്, ബോഡി ആൻഡ് സോൾ. നമ്മുടെ ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്നുള്ളത് നമുക്ക് കത്തോലിക്ക മത ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് കണ്ടുവരുന്ന കേരള സഭയിലും നാട്ടിലെ ദേവാലയത്തിലും ഇവിടെയും കണ്ടുവരുന്ന, കേട്ടുവരുന്ന ഒരു 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 ഇവൻ പ്രാർത്ഥിക്കാൻ പോലും വാട്സപ്പിൽ ഒരുപാട് കടന്നു വരുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിന്റെ മേഖലകളിലെ ജനങ്ങളുടെ, ആ ജനങ്ങളുടെ പ്രയാസങ്ങളും ആകുലതകളും അതിന് വേണ്ട രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടുമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളുടെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളിലും ദൈവം നമ്മളെ വെളിപ്പെടുത്തി തരും, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് പിടിച്ച് ആ ഒരു ഫ്രീക്വൻസി പിടിക്കുന്നവന്, അതിനനുസരിച്ച് പോകുന്നവന് ഒരുപാട് ആശ്വാസം ഇവിടെ കിട്ടും. ഷുവറാണ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് മാത്രമേ ഉള്ളൂ ആ പീസ് ഓഫ് മൈൻഡ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഏത് കഷ്ടത്തിൽ പോയാലും ദുഃഖത്തിൽ പോയാലും. മാത്രമല്ല, അത് സ്വർഗീയമാക്കി തരുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നെ കാണാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് നമുക്ക് ആ വചനം കേൾക്കുമ്പോഴാണ് ആ വചനത്തിന്റെ ഉള്ളിലെ ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത്. ഇവിടെ ഓരോരുത്തരും വരും. ചെറിയ റൂമായിരിക്കാം, വീടായിരിക്കാം, ഓരോ വലിയ ആൾക്കാർ വരും, ചെറിയ ആൾക്കാർ വരും. നിങ്ങൾ തന്നെ സംസാരിക്കും. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, ബൈബിൾ തൊട്ട് സംസാരിക്കുമ്പോൾ, ദൈവവചനത്തിൽ ഓരോരുത്തരുടെ കൂടെ ഓരോന്ന് ദൈവം സംസാരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കുർബാനയില്, ബലിയർപ്പണത്തില് അവിടെ വായിക്കുന്ന ആരും ആയിക്കൊള്ളട്ടെ. നമ്മൾ കാണും, അവൻ വായിക്കുന്ന ഒരു ലേഡീസിന്റെ ഡ്രസ്സ് കാണും, ചേട്ടന്റെ നല്ല ഷർട്ട് പാൻറ്റൊക്കെ ഇടും, ആളുടെ സൗണ്ട് ശ്രദ്ധിക്കും, ആളിങ്ങനെ വായിക്കുന്നു, സ്പെല്ലിംഗ് കൂടാതെ വായിക്കുന്നുണ്ടോ, ശരിക്കും വായിക്കുന്നുണ്ടോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. നല്ല കാര്യം, ശ്രദ്ധിച്ചോ, അതിലൊന്നും പാപമില്ല, തെറ്റുമില്ല. പക്ഷെ ആ മൈക്കിൽ കൂടെ കടന്നു വരുന്ന ആ സൗണ്ട്, ആ വചനം, ദൈവമാകുന്ന, വിത്താകുന്ന, പരിചയാകുന്ന, വാളാകുന്ന, ആ തീയാകുന്ന വചനം, ആ വചനം കേൾക്കുന്ന മാത്രയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മള് ദൈവം കുറ്റപ്പെടുത്താത്ത ആൾക്കാരാണ്. നമുക്കത് മനസ്സിലാവുന്നില്ല, കേട്ടിട്ട് മനസ്സിലാവുന്നില്ല, അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായത്തില് 33 വായിച്ചു. എന്താണ് അത്? ഓരോരുത്തരും 2000 പേരുണ്ടെങ്കിൽ ആ വചനം ഓരോരുത്തർക്കും ദൈവം അവരൊരു മുഖം നോക്കി സംസാരിക്കുന്ന ഓരോ കാര്യമാണ്. ചിലപ്പോ നമ്മളുടെ ജീവിത രീതിയിലുള്ള, നമ്മുടെ സ്വഭാവ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സാന്തരപ്പെടുത്താൻ
രൂപാന്തരപ്പെടുത്താൻ, അതിനെ ചിട്ടപ്പെടുത്തിയെടുക്കാനൊക്കെ ആയിരിക്കും അതിന് ചിലവരോട് സംസാരിക്കുക. വചനം ഒന്ന് തന്നെ, യേശു ഒന്ന് തന്നെയാണ്. അപ്പൊ രണ്ടാമത് സംസാരിക്കുന്ന ചില ആൾക്കാരോട് പറയും, നീ ഉദ്ധരിക്കരുത്, ചേട്ടനെ ഉദ്ധരിക്കരുത്, ചേച്ചിനെ ഉദ്ധരിക്കരുത്, നീ ദേഷ്യപ്പെടരുത്, ക്ഷമിക്കണം. അതിന്റെ മേഖലകളിലായി ഏത് മേഖലകളിലാണ് നിനക്ക് മനസ്സിലാവണേ ആ വചനം? അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ വായിക്കുന്ന വചനത്തിൽ കർത്താവ് നമ്മളെ കുറ്റപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കണേ? നമ്മൾ എന്തിനാ കുർബാനയ്ക്ക് പോണേ? എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കണേ? നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു കടയിലേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം, ഒരു ആവശ്യം വേണം. ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ വിശന്നിട്ടാണ് നമ്മൾ പോകുന്നത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നതുപോലെ പള്ളിയിൽ പോകുമ്പോൾ ആ തേജസ്സും ആത്മീയമായിട്ടുള്ള ആ ഒരു സ്വരം കേൾക്കാനും അത് മനസ്സിലാക്കാനും അതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ആ ചിട്ടയിൽ ജീവിക്കാനും വേണ്ടി നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം ആ മാലാഖമാരെ അയക്കുവാനും പരിശുദ്ധാത്മാവിനെ അയച്ച് ഓരോ ചിട്ടപ്പെടുത്തി നമുക്ക് സ്വർഗീയ സന്തോഷം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് പോണേ. അതിനാണ് പോയിട്ടുള്ള കാര്യം. അവിടെ പോയിട്ടുള്ള കാര്യം ഞാൻ അങ്ങനെ ചിന്തിക്കുക. വെറുതെ അവിടെ പോയിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഇവിടെ നിങ്ങൾ വരുന്നു, ഈ വിശ്വാസത്തിലാണ് നിങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്നത്. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഇവിടെ ആരും വന്നിട്ടില്ല. ഞാൻ അതിന് പൂർണ്ണമായി, നമ്മളെല്ലാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ദൈവം കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് 14-ാം തിരുവാക്യം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയിർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ ഉയിർപ്പിക്ക ശേഷം കണ്ടവരെ വിശ്വസിക്കാത്തത് കൊണ്ട് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും 1, ഹൃദയകാഠിന്യത്തെയും 2 അവൻ കുറ്റപ്പെടുത്തി. അതെ, അപ്പൊ ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ വചനം കേട്ടിട്ട് പോവണം. അത് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ല ഒന്നും നമുക്കറിയില്ല. ഒരു ചിന്തയില് ഒരു 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 എന്താ പറയുക, യുക്തിപ്രകാരമായിട്ടോ ബുദ്ധിപരമായിട്ടോ ഒരു സന്തോഷം. ഞാൻ പള്ളിയിൽ പോയി, ഞാൻ അവിടെ വന്നിരുന്നു, ഒരു സന്തോഷം. പക്ഷെ എന്താണ് ദൈവം നമ്മളോട് പറഞ്ഞത്? നിന്റെ വിശ്വാസ രാഹിത്യത്തെ, അതുകൊണ്ട് നിനക്ക് കടന്നു വരുന്ന ഹൃദയകാഠിന്യത്തെ നീ തുറന്നു കൊടുക്കാൻ, മനസ്സിലാക്കാൻ കടന്നു വരുന്ന വാളാകുന്ന പരിചയാകുന്ന യേശുക്രിസ്തുവിന്റെ ഇരുതല വാളിന്റെ മൂർച്ചയുള്ള വചനം നിന്റെ മാംസത്തിലും നിന്റെ ശരീരത്തിലും നിന്റെ ബുദ്ധിയിലും നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും കടന്നു വന്ന് മാംസമായി നിന്നെ അവിടെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ശക്തിയുള്ള വചനം അറിയുമ്പോൾ നമ്മൾ അവിടെ ഹൃദയ കാഠിന്യത്തോടെ നമ്മളായിരിക്കുകയാണ്. അതാണ് ദൈവം കുറ്റപ്പെടുത്തുന്നത്. അവിടെയാണ് ദൈവം കുറ്റം പറയുന്നത്. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം പല ആൾക്കാരും എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, വേറെ എത്ര പ്രാർത്ഥിച്ചാലും ഒരു സമാധാനം, ഒരു സന്തോഷം കിട്ടുന്നില്ല. എവിടെയെല്ലാം പോകുന്നു, മുടങ്ങാതെ തൊണ്ട ചൊല്ലുന്നു, ആരാധനയ്ക്ക് പോകുന്നു, ഞങ്ങളുടെ കടം വീടുന്നില്ല, എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറുന്നില്ല, എനിക്കൊരു ജോലി ഒരു പുരോഗമനം കിട്ടുന്നില്ല, ബിസിനസ്സിൽ ഒന്ന് എന്ത് ചെയ്താലും ശരിയാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എവിടെ ചെന്ന് വേണമെങ്കിൽ നോക്കി, നിങ്ങൾ ഏത് ധ്യാന മന്ദിരത്തിൽ വേണമെങ്കിൽ പൊക്കോ, ഏത് പ്രാർത്ഥന ഗ്രൂപ്പിൽ വേണമെങ്കിൽ പൊക്കോ, അവിടെയെല്ലാം ആര് ശ്രദ്ധിച്ചുവോ, ആര് വിശ്വസിച്ചുവോ, ആ നിഷ്കളങ്കമായ വിശ്വാസത്തെയാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കണ്ണടച്ചുള്ള നിഷ്കളങ്കമായിട്ടുള്ള വിശ്വാസം.
ബൈബിളുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഉദാഹരണം എടുത്തിട്ടുണ്ട്, ഇതൊന്നുമല്ല വിശ്വാസം. ഇതൊക്കെ വേണം. ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം? എന്റെ കർത്താവിന് എല്ലാം സാധ്യമാണ്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം. കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. അത് നമ്മൾ എടുക്കണം ഇങ്ങനെ വാളായിട്ട്. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എനിക്ക് കടബാധ്യത വന്നു, അല്ലെങ്കിൽ പ്രയാസം വന്നു, സാമ്പത്തിക ക്ലേശങ്ങൾ വന്നു, അല്ലെങ്കിൽ അസ്വസ്ഥതകൾ വന്നു, കെട്ടുകൾ വന്നു, നമ്മൾ ആരോടാ പോവാ? ഇവിടെ കൗൺസിലിംഗ് ഇല്ല, കൗൺസിലിംഗിൽ ബ്രദറില്ല, അച്ഛനില്ല. നിങ്ങൾ എന്ത് ചെയ്യും? സൗദിയിലാണെങ്കിൽ എന്ത് ചെയ്യും? പള്ളിയില്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യും? അവരൊക്കെ ജീവിക്കുന്നത്, അവരൊക്കെ പ്രയാസത്തിലല്ലേ ജീവിക്കുന്നത്, കഷ്ടത്തിലല്ലേ ജീവിക്കുന്നത്. അവരൊക്കെ ഇപ്പൊ ഇസ്രായേലിന്റെ പ്രശ്നമാണെന്ന് പറയും. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ പ്രശ്നം കണ്ടുകൊണ്ടിരിക്കണേ. അപ്പൊ അവരെന്താ ചെയ്യണേ? ഇസ്രായേലിന്റെ നാഥനെ, ആ നാഥൻ വരും, നാഥൻ അറിയാതെ നടക്കുന്നില്ല എന്നല്ല അവര് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിലെ ഒരു യാഗത്യവുമില്ല, ഹൃദയകാഠിന്യവുമില്ല. അവര് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിഷ്കളങ്കമായ വിശ്വാസം. അതാണ് വിശ്വാസം. അല്ലാതെ ഞാൻ ബാപ്റ്റിസം എടുത്തു, ഞാൻ ഡെയിലി പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്, ഞാൻ കൂദാശയിൽ പോകുന്നുണ്ട്, അതെല്ലാം വേണം. പക്ഷെ അതിലൊക്കെ ഉപരി നമുക്കൊരു വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്. എന്റെ ദൈവത്തിന് ഏതിൽ മതിയായത് അത്രയ്ക്കും ദൈവത്തിന് ശക്തിയുണ്ട്, എല്ലാം സാധിക്കും. പക്ഷെ ദൈവത്തിന്റെ സമയത്തിനെ അത് സാധിക്കും എന്ന് ഉൾക്കൊള്ളുവാനുള്ള സന്മനസ്സുള്ളവർക്ക് ദൈവത്തെ കാണാം. കണ്ടില്ലേ? ഇതാണ് സന്മനസ്. ഓരോന്നിനും സന്മനസ്. അപ്പൊ നീ ആ സന്മനസ്സോട് കൂടി ഇരുന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ, സ്നേഹ കൂട്ടായ്മയിൽ നിന്നും അല്ലെങ്കിൽ എല്ലാവരുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റും നമുക്ക്. നീ അഥവാ അങ്ങനെ പെട്ടുപോയി, ഇപ്പൊ എവിടെയെങ്കിലും പാകിസ്ഥാനിലോ എവിടെയെങ്കിലും ഈ ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ പിടിച്ചുകൊണ്ടുപോയി, ഭീകരന്മാർ പിടിച്ചുകൊണ്ടുപോയി പെട്ടുപോയി എന്ന് വെച്ചു. അതുപോലെ തന്നെയല്ലേ നമ്മൾ അത് നമ്മളെ പിടിച്ചുകൊണ്ടുപോയി നമ്മൾ അറിയാതെ പെട്ടുപോകുന്നതാണ്. അത് വ്യത്യാസമുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് അമ്മയെ മാറ്റി നിർത്തുക, സ്വന്തക്കാരെ മാറ്റി നിർത്തുക, കംപ്ലീറ്റ് കാര്യങ്ങളെ മാറ്റി നിർത്തുക, എന്നിട്ട് ദൈവത്തോട് പറയുക, ദൈവത്തിന് ഇഷ്ടപ്പെടുക. ഇതെല്ലാം സാധിക്കുന്നത് എങ്ങനെ? ദൈവം നമ്മളോട് കൂടെ കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ ആ ഒരു എന്താ പറയുക, ആ കൃപ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പറയുകയാണ് എല്ലാം ദൈവത്തിന് സാധ്യമാണ്. നോക്കി, ഇവിടെ തന്നെ എല്ലാം ദൈവത്തിന് സാധ്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ പറയുകയാണ് എല്ലാം ദൈവത്തിന് അറിയാം. കണ്ടോ? എന്റെ കടബാധ്യത, എന്റെ രോഗം, എന്റെ ബ്ലഡ് ഗ്രൂപ്പ്, ഞാൻ എന്റെ മുടികൾ, ഓരോ മുടി താഴെ വീഴുന്നത്, ഞാൻ ആരോട് സംസാരിക്കുന്നത്, ചിരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, ശ്വാസം വലിക്കുന്നത്, എപ്പോ ശ്വാസം നിൽക്കും, എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ആർക്കറിയാം? ഇത് കർത്താവിനറിയാം. ഈ നിഷ്കളങ്കമായി കണ്ണടച്ചുള്ള ഉറപ്പായിട്ടുള്ള വിശ്വാസത്തെയാണ് നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഇങ്ങനെയാണ്. അതായത് ഹൃദയ കാഠിന്യമോ അല്ലെങ്കിൽ ആ വിശ്വാസരാഹിത്യമോ ഒന്നുമില്ലാതെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തി എന്നാണ് ദൈവം പറഞ്ഞത്. മാർക്കോസിനെ അവരെ കുറ്റപ്പെടുത്തി, യേശു അവരെ കുറ്റപ്പെടുത്തി എന്നാണ് അതില് കറക്റ്റായിട്ട് എഴുതിച്ചത്. ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി എന്നാണ് എഴുതിച്ചത്. എന്നിട്ട് അവർ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞരും അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ടയുടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി. അവനെ അഭിവാദനം ചെയ്ത് അവൻ അവരോട് ചോദിച്ചു,
നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എന്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായി? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവന്റെ വായുരുടെയും നരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവന്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീരും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞാണ്. അടുത്തത് യേശു പറയാണ്, നമ്മളോട് പറയാണ്. യേശു പറയാണ്, എന്താണ് പറയണത്? കഴിയുമെങ്കിൽ എന്നോ? യേശു ചോദിക്കുകയാണ്. യേശു ആണെന്ന് വിചാരിച്ചു. യേശു ചോദിക്കുകയാണ്, കഴിയുമെങ്കിൽ എന്നോ? നിന്റെ കടം മാറ്റി തരുമെന്ന് നീ കഴിയുമെങ്കിൽ എന്നോ? നിന്റെ ശരീരത്തിലെ രോഗം മാറ്റി തരുമെന്ന് കഴിയുമെങ്കിൽ എന്നോ? നിന്റെ കുടുംബത്തിലെ ലഹളയും കാര്യങ്ങളും മദ്യപാനം എല്ലാം മാറ്റിത്തരാൻ എനിക്ക് കഴിയുമെങ്കിൽ എന്നോ? ദൈവം ചോദിക്കുകയാണ്, എനിക്ക് കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ല? ഒട്ടനെ ഇത് നമ്മുടെ ജീവിതമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഭക്തിപരമായ വിശ്വാസ രാഹിത്യത്തെയും കഠിന ഹൃദയകാരുണ്യത്തെയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എഴുതി കാണിക്കുന്ന പ്രധാനമാണ്. പേടി അശേഷം വേണ്ട. യേശുവിൻ പ്രിയ സഹോദരന്മാരെ, യേശു ജീവിക്കുന്നു. ഒന്ന് പറഞ്ഞേ എല്ലാവരും, യേശു ജീവിക്കുന്നു. ഒന്ന് പറഞ്ഞേ, യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. എന്റെ കുടുംബത്തില്, എന്റെ ജീവിതത്തില് യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശുവിന് എല്ലാം സാധ്യമാണ്. യേശുവിന് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ പറഞ്ഞിട്ടില്ലേ, ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഒട്ടന്നെ പറയാം, നിഷ്കളങ്കമായ വിശ്വാസം. കണ്ട, നമുക്ക് വിശ്വാസവും തന്ന്, പള്ളിയും തന്ന്, എല്ലാരെയും നമുക്ക് തന്നിട്ടുണ്ട്. എന്നാലും തളർന്നു പോയി ഒരാള് തളർന്നു വന്ന് നമ്മളോട് വന്നാൽ പോലും നമുക്ക് അവനോടൊന്ന് യേശുവിനെ കൊടുക്കാനോ, എന്ത് നമുക്ക് എല്ലാം ചെയ്തു തന്നിട്ട് പോലും ഒരു സാക്ഷ്യം എടുത്ത് പറയാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ? ചെറിയ വാക്ക് മതി. യേശു എന്നെ രക്ഷപ്പെടും. യേശു എനിക്ക് ചെയ്തു തന്നു. യേശു ഇല്ലെങ്കിൽ ഞാനിത് നടക്കില്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് വെളിച്ചം കിട്ടിയത് എന്ന് നാണം കൂടാതെ നെട്ടലോട് കൂടി എടുത്തു പറയാൻ സാധിക്കുന്നുണ്ടോ? എന്നാൽ നീ ഹൃദയ കാഠിന്യമില്ലാത്തവനാണ്. യേശുവിന്റെ മുമ്പില് നിന്നെ, നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയോ യേശു കുറ്റപ്പെടുത്തില്ല. സത്യമാണ്. യേശു ചോദിക്കുന്നില്ലേ? യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ? യേശു അവരോട് ചോദിക്കാണ് കഴിയുമെങ്കിലെന്നോ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ വായിച്ചത്. ഞാൻ 1900 എടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് പോകരുത്. ഇന്നത്തെ കാലം കൊണ്ട് തളർന്നു വീഴാനും അതുപോലെ തന്നെ തളർത്തി വീഴ്ത്താനും അതുപോലെ തന്നെ അത്രയും പൊട്ട ലോകമാണ്. നമ്മുടെ കൂടെ ഉള്ളവരും പോലും നമ്മളെ താഴ്ത്തിയിടുന്ന ആൾക്കാരാണ്.
വിശ്വാസമുണ്ടോ, അവര് വിശ്വസിക്കുന്നുണ്ടോ, അവര് വിശ്വസിച്ചില്ലോ, ഞാൻ അവരെ അത് ചെയ്തില്ലോ, ഇതൊന്നും എക്സ്ക്യൂസ് അല്ല. ദൈവം പറഞ്ഞു അവനെ വിശ്വസിക്കാൻ. ദൈവം മക്കളെ, അല്ലെങ്കിൽ ദൈവം മക്കളെ, നിങ്ങളോട് ദൈവം പറഞ്ഞത് ജനങ്ങളെ സ്നേഹിക്കുവിൻ, ജനങ്ങളെ വിശ്വസിക്കുക എന്നല്ല പറയുന്നത്, എന്നെ വിശ്വസിക്കുമെന്നാണ് പറഞ്ഞത് കർത്താവ്. നമ്മളെ സ്നേഹം കൊണ്ട് കർത്താവിനെ മുൻനിർത്തി ഭക്തിയോടെ കാണിക്കും, ഭക്തി പ്രകടനം കാണിക്കും. വിശ്വാസമില്ല അവിടെ, വിശ്വാസം വേറെ ആളുകളാണ്. നീ ഉള്ളിൽ കൊണ്ട് പറയണം, യേശു എനിക്ക് മതിയായവനാണ്, യേശുവിനെ എന്റെ ജീവിതത്തിൽ എല്ലാം സാധിക്കും, ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്റെ സമയത്തല്ല അത് നടക്കേണ്ടത്, യേശു ക്രിസ്തുവിന്റെ സമയത്താണ് നടക്കേണ്ടതെന്ന് നമ്മൾ എന്ത് പ്രയാസം വന്നാലും കാത്തിരിക്കണം. നമ്മളൊരു പരീക്ഷ എഴുതിയാൽ, ഒരു എക്സാം എഴുതിയാൽ അതിന് റിസൾട്ട് വരാൻ കാത്തിരിക്കണ്ടേ? ഒരു ടിക്കറ്റ് നാട്ടിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ് വരയ്ക്കും നമ്മൾ കാത്തിരിക്കണ്ടേ? എല്ലാം തന്നെ തന്നെയാണല്ലോ. ഒരു കുക്കറിലെ ചോറിട്ട് കഴിഞ്ഞാൽ അത് വേവാൻ വേണ്ടി കാത്തിരിക്കണ്ടേ? വെയിറ്റിംഗ് ഫോർ എവറിത്തിങ് അല്ലേ? കർത്താവിന്റെ കാര്യത്തിൽ മാത്രം വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ, അവിടെ ക്ഷമയില്ലല്ലോ. അതാണ് ഹൃദയകാഠിന്യം, അതാണ് ആ വിശ്വാസരാഹിത്യം എന്നൊക്കെ പറയുന്നത്. കർത്താവ് പറയുന്നത് നമ്മൾ വെളിപ്പെടുത്തി തന്നെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് കഴിയുമെന്നാണോ നീ പറയുന്നത്? യേശു ചോദിക്കാം. അവിടെ തന്നെ പോയില്ലേ, ഡൗട്ട് ആയില്ലേ? അങ്ങനെ ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ കൂടിയിരിക്കുന്നത്, ഈ നിങ്ങൾ കൂടി ഇരിക്കുന്നത്, നിങ്ങളുടെ പാലാകന്മാരെ കൂടി നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവരും വലയം വീശിക്കൊണ്ടിരിക്കുക. അവര് ചിലപ്പോ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മദ്യപരിക്കുണ്ടാവും, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവര് നമ്മളിവിടെ ആയിരിക്കുന്നത് കൊണ്ട് ഈ മാലാഖമാര് അവിടെ വന്നിട്ട് ഇങ്ങനെ അവര് അപകടത്തിൽ പെടാതിരിക്കാൻ കാത്തിരിക്കുകയാണ്. അവര് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം പറ്റി. ഒരു ടെലഗ്രാമോ ഒരു കാര്യങ്ങള് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമം പറ്റി. അത് ആരാ നോക്കണം? ദൈവം നോക്കണം. നമ്മളത് ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ട് ഞാൻ പറയാം, സത്യമാണ് കേട്ടോ, സത്യമാണ്. ഞാനിത് കാരണം എന്റെ കൂടെ ഉള്ളവരെല്ലാവരും അടിയന്മാരും ചേട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരോടൊക്കെ ഭയങ്കര റിലേഷനും സന്തോഷവും, അവരിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ മാത്രം കർത്താവിന് സാക്ഷ്യം പറഞ്ഞു ഇതുപോലെ വിളിച്ചു പറഞ്ഞു പൊട്ടനെ പോലെ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ധാന്യബദൽ വന്നു പകരം പറഞ്ഞു പോയി എന്നല്ലേ കാര്യങ്ങളൊന്നും അല്ലേ? എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് ഞാനെല്ലാം ആഗ്രഹിക്കട്ടെ, ഞാൻ വന്നിട്ട് പറഞ്ഞിട്ട് പോകണം. അപ്പൊ എനിക്ക് സന്തോഷം വചനത്തിലും കിട്ടുന്നുണ്ടല്ല ശരി, പക്ഷെ എനിക്ക് ആരും വരുന്നില്ല. ഒരാൾ വന്നിട്ട് ചില കാപ്പി പിടിക്കണം, ഭക്ഷണം കഴിക്കണം, സുഖമായിട്ടിരിക്കുന്നു, ആരാ ഉള്ള റിലേഷനുണ്ടോ? എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും വരുന്നില്ല. ബിക്കോസ് ഓഫ് ഐ ആം ഇൻ ദ ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്. ഞാൻ കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവര് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് കർത്താവിനെ അറിയാത്തവര്, വിജാതിയര്, അവരറിയുന്നില്ല. അറിഞ്ഞാലോ ബ്രദറെ ഓടി വരും. കർത്താവിനെ അറിഞ്ഞാൽ ഓടി വരും, അവര് പിന്നെ പൊക്കോളും. അല്ലെങ്കിലോ അറിയാത്തവരോ. അപ്പൊ നമ്മള് ഈ പ്രാർത്ഥനയിലായിരുന്നിട്ട് പോലും, നമ്മൾ സുഖമായിട്ട് പ്രാർത്ഥനയിലായിരുന്നിട്ട് പോലും ആ ദൈവം നേരത്തെ മാർക്കോസ് പറഞ്ഞ വചനത്തിന് വിശ്വാസരാഹിത്യത്തിലാണോ അല്ല ഹൃദയകാഠിന്യത്തിലാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവം അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളത് അറിയുന്നില്ല. ദാനിയേൽ പ്രവാചകനെ സഹായിക്കാൻ വേണ്ടി കുറെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മാലാഖമാരെ അവിടെ വന്ന് തടസ്സപ്പെടുകയാണ്. സഹായം കിട്ടുന്നില്ല. ദാനിയേലിന് സഹായം കിട്ടുന്നില്ല. നമ്മളത് വായിച്ചിട്ടുണ്ട്. പിന്നെയാണ് വീണ്ടും അത് തടസ്സപ്പെടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് മാലാഖമാരും വന്ന് മാറ്റി ആ തടസ്സത്തെ മാറ്റണം. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ മേഖലകളില് തടസ്സങ്ങൾ വരും. അതും നമ്മൾ മാറാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു.
കുരുടായിട്ട് അന്ധതയായിട്ട് ഇരിക്കുന്നത് വേണ്ട. അവിടെ നമ്മൾ ഏറ്റു പറയേണ്ടത് എന്താണ്? കാഠിന്യമില്ലാതെ, വിശ്വാസരാഹിത്യമില്ലാതെ, വിശ്വാസത്തോടെ പറയണം എല്ലാം ദൈവത്തിന് സാധ്യമാണ്. എന്നിട്ട് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു ഉദ്ധരിക്കുന്ന ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന പല ആത്മാക്കളുണ്ട്. ചേച്ചിമാര് കാണും, ചേട്ടന്മാര് കാണും, ഭർത്താവ് കാണും, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാർ കാണും. അങ്ങനെ കുറെ പേരുണ്ടാവും നമുക്ക് അറിയുന്ന ആൾക്കാര്. അപ്പൊ അതൊക്കെ ആത്മാക്കളാണ്. അപ്പൊ ആ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവം നടക്കുക? പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഒരു സംഭവം നടക്കും. ആരെങ്കിലും ഒന്ന് എടുക്കാമോ? ഹങ്കായിയുടെ പുസ്തകം, ഹങ്കായിയുടെ പുസ്തകം എടുത്തു. 1-ാം അധ്യായം 4-ാം തിരുവചനം ശ്രദ്ധിച്ചു കേട്ടോ. ഹങ്കായി 1-ാം അധ്യായം 4-ാം തിരുവചനം. അതായത് നമുക്ക് അസ്വസ്ഥതകളും തളർന്നു പോകലും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങള് നമുക്ക് വന്നിട്ടും കർത്താവിന്റെ സഹായം അല്ലെങ്കിൽ മാലാഖമാരുടെ സഹായം, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റാത്തത്, വചനം കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്, അതനുസരിക്കാൻ പറ്റാത്തത്, അതിൽ മടി വരുന്നത്, പേടി വരുന്നത്, സ്വപ്നം കാണുന്നത്, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ഹങ്കായിയുടെ 1-ാം അധ്യായത്തിലെ 4-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു. ആരെങ്കിലും വായിക്കാമോ? ഓർക്കാൻ വേണ്ടി. ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണ്. ഈ ആലയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയാണ്, നമ്മുടെ ഉള്ളിലുള്ള ആലയം. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ആലയം. മനസ്സിലാണോ? അപ്പൊ ഈ അസ്വസ്ഥത കൊണ്ട്, നമ്മൾ ഉദ്ധരിക്കുന്ന ആൾക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ കടബാധ്യത കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങൾ കൊണ്ട് ആകെ അസ്വസ്ഥതയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തളർന്നു പോകാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ദേഷ്യം വരും. ആകപ്പാടെ ഇറിറ്റേഷനാ. പ്രാർത്ഥനയിലൊക്കെ ഉണ്ട്, കൂദാശയിലൊക്കെ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. പക്ഷെ ഈ ആലയം ഡിസ്റ്റർബൻസ് ആയാൽ ഇതൊക്കെ സംഭവിക്കും. അടുത്തത്, അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുകയും നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പഠനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. പാഠം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കൂലി മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസംഖ്യയിൽ ഇടാൻ മാത്രം. കണ്ടില്ലേ? ഇതിപ്പോ വായിച്ചപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മളെ എത്രത്തോളം കർത്താവിൽ നിന്നും അകന്നിരിക്കുന്നു എന്നുള്ളത് വിശ്വാസരാഹിത്യത്തെ പറ്റിയും ഈ ഹൃദയകാഠിന്യത്തെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വചനം ഉള്ളിൽ കയറിയിട്ടില്ല. വചനം ഇങ്ങനെ നിൽക്കണം. അത് ഉള്ളിലേക്ക് കയറിയാലേ പ്രവർത്തനം നടത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ വചനം കേൾക്കുന്നുണ്ട്, വചനം തൊടാൻ പറ്റുന്നുണ്ട്, നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉള്ളിലേക്ക് കയറുന്നില്ല, ഈ ആലയത്തിലേക്ക് കയറുന്നില്ല. ഈ ആലയത്തിലേക്ക് കയറണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്, സിൻസിയാരിറ്റി എന്ന് പറയുന്നത്. അവിടെ എന്നെ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ചേട്ടന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ചേട്ടന് മനസ്സിലാവുന്നില്ല, അതിനു വേണ്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. കാരണം വേറൊരു ഇതൊന്ന് കർത്താവിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ സമയത്ത് ഉണ്ടാകുന്ന പീഡനങ്ങളും അപമാനങ്ങളും ഒറ്റപ്പെടലും ഒക്കെ ആവുമ്പോഴാണ് എനിക്ക് എന്ത് റേറ്റ് കർത്താവിന്റെ മുമ്പിൽ എന്ത് റേറ്റ് ഉണ്ട് എന്റെ ചേട്ടനെയോ എന്റെ കുടുംബത്തെയോ എന്റെ കൂട്ടുകാരോ വിധിക്കാൻ. നമ്മൾ വിധിച്ചാൽ ഹൃദയകാഠിന്യമായി, വിധിച്ചാൽ വിശ്വാസരാഹിത്യമായി. നമുക്ക് എന്ത് റേറ്റ് ഉണ്ട് അവനെ വിധിക്കാൻ? അവൻ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, അവൻ കെട്ടവനായിക്കൊള്ളട്ടെ, നീ ഭർത്താവായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, അടിയനായിക്കൊള്ളട്ടെ, ഈ വിശ്വാസരാഹിത്യമില്ലാതെ, ഹൃദയകാഠിന്യമില്ലാതെ നിനക്ക് കർത്താവിന്റെ വചനം കേൾക്കണമെങ്കിലും അത് ആസ്വദിക്കണമെങ്കിലും അനുഭവിക്കണമെങ്കിലും
നീ എങ്ങനെ അവരെ വിളിക്കും? നീ എങ്ങനെ അത് ശരിയില്ല, അവനത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല എന്ന് സാധാരണ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് ഈ ആലയം ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ ഇപ്പോഴെങ്കിലും നിന്നെ പറ്റി ഒന്ന് ചിന്തിക്കൂ ഡാനിയലെ. ദൈവം പറയുകയാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്ക്. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസരാഹിത്യമോ അല്ലെങ്കിൽ ഹൃദയകാഠിന്യമോ കടന്നു പറ്റിട്ടുണ്ടോ എന്ന് നമ്മളറിയാതെ കടന്നു വരും. നാവ് കൊണ്ട്, കണ്ണുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. അപ്പൊ എന്തിനാ ഈ വചനം കേട്ടെ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്, എന്തിനു വേണ്ടി ഈ വചനം കേട്ടു? എന്തിനാ വചനം കേട്ടെ? അപ്പൊ ഈ വചനം കേൾക്കുന്നത് നമ്മളെ മാറ്റിമറിക്കാനും രൂപാന്തരീകരണം കിട്ടുവാനും. മാർക്കോസ് 12:24 ഒന്ന് വായിച്ച്. വചനം വന്നതാണ് ഇപ്പൊ. മാർക്കോസ് 12:24. യേശുവിനോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. അതെ, കണ്ട, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവീക ശക്തിയോ. കണ്ട, വിശുദ്ധ ലിഖിതം, ബൈബിൾ, വേദം എന്ന് പറയുന്നത്, വേദം പഠിക്കാൻ പോണ പിള്ളേര് കണ്ടില്ല, വേദം പഠിക്കാൻ പോകണം, വേദം കാറ്റഗിസം. വേദമില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ കാര്യം? ഒരു കാര്യമില്ല. വേദം പഠിക്കണം, കേൾക്കണം. അപ്പൊ നമ്മൾ കുർബാനയിൽ വേദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ കാരണം ഹൃദയകാഠിന്യം. ആരുടെയൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ട്, ആരൊക്കെ എന്തെയോ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ആരൊക്കെയോ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് ജോലിയിൽ ഒരു കയറ്റമില്ല, എനിക്ക് ശമ്പളം ശരിക്കും തരുന്നില്ല, ഈ മാനേജർ ശരിയല്ല, അല്ലെങ്കിൽ സംതിങ് അതുപോലെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കുഴപ്പിക്കും. അപ്പോ ഹൃദയകാഠിന്യമായി, വിശ്വാസരാഹിത്യം വന്നു. അവിടെ നീ പറയില്ല. അപ്പൊ നമ്മളെ എന്താ പറയാറിയോ? അപ്പൊ എന്താ പറയാറിയോ? എല്ലാം നിനക്ക് അറിയില്ലേ കർത്താവേ, അങ്ങോട്ട് വരും. നിനക്ക് അറിയില്ലേ, നീ ചെയ്താൽ മതി. രസമല്ലോ. നമ്മളപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനോ മറ്റുള്ളവരോട് ആ ആത്മാക്കളു വേണ്ടി പ്രാർത്ഥിക്കുവാനോ നമുക്ക് പറ്റുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അതാണ്. ഒരു വചനം കൂടി വായിച്ചാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:22. യെശയ്യാ 44:22. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒന്നുകൂടി വായിച്ചേ. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. യെശയ്യാ 44:22. അതാണ്. അപ്പൊ ദൈവത്തിന് ഇതാണ് ദൈവത്തോട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്താണ്? യേശുവിനോട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഞാൻ എത്ര ഭാവിയായാലും ദൈവം, യേശു പറയാണ്, നീ എന്റെ കയ്യിൽ വാ, ഞാൻ നിന്റെ പാവമെല്ലാം മാറ്റില്ല. പറഞ്ഞ. അപ്പൊ ഇത് ഇങ്ങനെ പറയുന്ന വേറെ ആരും എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തില് ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഡാനിയലെ, നീ അത് വിട് ഡാനിയലെ. നീ നിന്റെ ചേട്ടനെ വിട്, നിന്റെ കുടുംബത്തെ വിട്, നീ ഇങ്ങോട്ട് പോലെ. ഞാനാ പറയണേ, നീ ഇങ്ങോട്ട് വാ. വേറൊരാൾ പറയാൻ പോവില്ല. ഈശോ പറഞ്ഞത് കൊണ്ട് ഞാനത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് ചാടി. കാരണം ഈശോ മാനവരാശിക്ക് വേണ്ടി തോലുരുന്നതാണ്. കുരിശിന്റെ വഴി വായിച്ചിട്ട് തോലുരിച്ചതാണ്. നമ്മൾ വലിയ കാര്യത്തിൽ കുരിശിന്റെ വഴി അഭിനയിക്കുന്നുണ്ട്, കുരിശിന്റെ വഴി വായിക്കുന്നുണ്ട്, കുരിശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനെ? ഇഫ് യു ആർ നോട്ട് റിയലൈസ് യുവർ സെൽഫ്, എന്തിന്? ആർക്ക്?
ഇതെന്താ മിമിക്രിയാണോ? ആടെ കാണിക്കാൻ ഒന്ന് ആലോചിക്കാൻ. വിശ്വാസരാഹിത്യം, ഹൃദയ കാഠിന്യം, ഇതാണ് രണ്ടും. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22 മുതൽ 25 വരെ. യാക്കോബ് 1:22 മുതൽ 25 വരെ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവേൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. ഞാൻ പറഞ്ഞതല്ല, നമ്മളിത് ക്രിസ്ത്യാനിയാണ്. ഞാൻ ബാപ്റ്റിസം എടുത്തിട്ടുണ്ട്. എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്. ഞാൻ യേശുവിന്റെ കൂടെ പിന്നാലെ നടക്കുന്നുണ്ട്. യേശുവിനെ ഇഷ്ടമാണ്. യേശു സ്നേഹിതാണ്. യേശു എല്ലാം എനിക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ യാക്കോബ് 4 പറഞ്ഞതോ 1:22 വചനം വായിച്ചു കേൾക്കണോ? അത് യേശു പറഞ്ഞതല്ലേ? അതിനെന്നല്ലേ യേശു മാർക്കോസിൽ ആദ്യം പറഞ്ഞത് 14-ാം അധ്യായത്തിൽ പറഞ്ഞ വിശ്വാസരാഹിത്യവും ഹൃദയകാഠിന്യവും നിന്നിൽ നിന്ന് മാറ്റി, ഞാൻ നിന്റെ കൂടെ, ഞാൻ നിന്നെ രക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. ഹൈബറായിക്ക് എഴുതിയ വചനത്തില് 4:12 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നു. ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും, എല്ലിന്റെ അടിയിലുള്ള മജ്ജ, ആ മജ്ജയിലും തുളച്ചു കയറി. ഇത് ഞാൻ പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു എഫക്ട് മറക്കാത്തൊരു കാര്യങ്ങൾ. 1994 ഞാൻ ഒന്നും അറിയാതെ അങ്ങനെ ദിവയിൽ ഇങ്ങനെ പൊട്ടന പോലെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്. വചനം സംസാരിച്ചപ്പോൾ അവിടെ കടന്ന എല്ലുകളും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്നു. നോക്കിയേ, അതും ദൈവത്തിന്റെ വചനമാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. വിശ്വസിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട. ഇത് എന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, കടബാധ്യതകൾ മാറ്റാൻ വേണ്ടി, കല്യാണം നടക്കാൻ വേണ്ടി, ബിസിനസിന്റെ കാര്യങ്ങൾ, ഇത് എന്റെ കാര്യത്തിൽ നീ ശ്രദ്ധാലുവാകുമ്പോഴാണ് ദൈവത്തെ മനസ്സിലാകാത്തത്. അവിടെയാണ് വിശ്വാസരാഹിത്യവും ഹൃദയകാഠിന്യവും നമുക്ക് ഉത്ഭവമെടുക്കുന്നത്. അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കാൻ എന്താ കുഴപ്പം? യേശു പറയാണ്, ദൈവത്തിന്റെ വചനം, ദൈവമാകുന്ന ക്രിസ്തു, ക്രിസ്തുവാകുന്ന വചനം, യേശു ക്രിസ്തു, ഈ ഇരുതല വാളിന്റെ മൂർച്ചയുള്ള ശക്തിയുള്ള വാളാകുന്ന പൊന്നാകുന്ന വചനം, കത്തിച്ചൊലിക്കുന്ന വചനം കേൾക്കുന്ന മാത്രയിൽ ഈ സൗഖ്യമാകും. ഈ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും എന്ന് കർത്താവ് പറയാണ്. അപ്പൊ എന്തിനാണ് വിശ്വാസരാഹിത്യത്തിലേക്ക് നമ്മൾ കുറഞ്ഞു പോണേ? ഇന്ന് നീ പറയണം, ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ പറയണം, ഉള്ളിലും 1000-10,000 ഉള്ളടിച്ചതുപോലെ നീ പറയണം, എന്റെ യേശുവിന്, എന്റെ ഹൃദയത്തിൽ എന്റെ യേശുവിന് എന്റെ ജീവിതത്തില് സാധിക്കാത്ത ഒന്നുമില്ല എന്ന് പറയണം. നീ പറഞ്ഞിട്ട് പോ. അടുത്ത പ്രാവശ്യം സാക്ഷ്യം പറയുന്നു ഇവിടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോഷിയുടെ പുസ്തകം 24-ാം അധ്യായം, 24-ാം അധ്യായം 14 തൊട്ട് 25 വരെ. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങൾ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന്
ഇന്ന് തീരുമാനിക്കുവിൻ. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ ഞാനും എന്റെ കുടുംബവും, വേറെ അപ്പീലൊന്നുമില്ല, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെയാണ് നമുക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ എന്ത് തന്നെയായാലും തലവെട്ടി പോയാലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് യേശുവേ എന്ന് പറയുവാൻ സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളതിനെ പേടിക്കേണ്ട. നമ്മളങ്ങനെ ഒരു വിധത്തിലും തോക്ക് ചൂണ്ടിയാണ്ടിട്ടില്ല. നീ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ വെടിവെക്കും എന്ന് പറയാൻ പോണില്ല. പേടിക്കണ്ട, ആരും പറയില്ല. നീ അഥവാ പറഞ്ഞാലും ആ സമയത്ത് യേശു നോക്കിക്കോളും. അല്ലെങ്കിൽ നമ്മൾ പോരും യേശുവിന് വേണ്ടി. യേശുവിന് വെടിവെക്കണ സമയം കളയാണ്ട് വെടിവെക്കണ എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോ മനസ്സുകൊണ്ട് കുർബാനയിൽ പ്രാർത്ഥിച്ചിട്ടാണ് എപ്പോഴും വരിക. ഞാൻ ഇവിടെ ഒന്നല്ല, ഇവിടെ ചെന്നാൽ 4 മാസം മുമ്പ് ഉപയോഗില് പ്രാർത്ഥിക്കാൻ വിളിച്ചു പോയി. അപ്പൊ ദൈവം പറയുന്ന കാര്യമാണ് പുറത്തേക്ക് പറയുന്നത്. ഈ ഷർട്ടും പാന്റും ആളെ ഒന്നും നോക്കണ്ട. വിശ്വസിക്കുന്നവന് അത് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെയാണ് പറയുന്നത്. കർത്താവിനെ യേശു ക്രിസ്തുവിനെ. എനിക്ക് നമ്മൾ പറഞ്ഞു ഇങ്ങനെ 4 മാസം മുമ്പ് 2 നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3 നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ 4 മാസം കഴിഞ്ഞിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോ ഫീഡ്ബാക്കിന് വേണ്ടി വിളിച്ചു. മെസ്സേജിന്റെ ദൈവം കുർബാനയിൽ, കാര്യം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കില്ല. ഓരോ കുർബാനയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മുഖം നോക്കി കർത്താവിനെ കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസരാഹിത്യവും നിങ്ങളുടെ കാഠിന്യവും നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കലും കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് തൊടാൻ പറ്റാത്തത്, നിങ്ങൾ സഹായം പറ്റാത്തത്. നിങ്ങൾ ചുറ്റിലുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പരിവർത്തനത്തിലാണെങ്കിൽ ആ സമയം നിങ്ങൾക്ക് റെഡിയാവും. ആ സമയം റെഡിയായിരിക്കും. അതാണ് ദൈവത്തിന്റെ വാഗ്ദാനത്തിന് അത്രയും പവറുണ്ട്. അപ്പൊ ഒരു ചേട്ടൻ ജയിലിലൊക്കെ പോയി പൈസ ഒന്നും ഇല്ലാണ്ട് ആകെ വിഷമായിട്ട് എനിക്കറിയില്ല. 4 മാസം മുമ്പ് ഒന്നുമില്ല. അപ്പൊ കുറെ പൈസ കമ്പനിയിൽ നിന്ന് കിട്ടാനുണ്ട്, അതും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ആളുടെ മകൻ അമേരിക്കയിൽ പോകാൻ വേണ്ടി പഠിച്ചോണ്ടിരിക്കുക, അതൊന്നും ശരിയാവാണ്ട് അങ്ങനെയൊക്കെ. എനിക്കറിയില്ല. ഇതൊന്നും 4 മാസം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നമുക്കറിയില്ല. പിന്നെ 2 ആഴ്ച മുമ്പ് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അന്നത്തെ അവരുടെ സബ്ജക്ട് ആത്മാവിനെ പറ്റിയ സബ്ജക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സാക്ഷ്യം പറയാൻ പഠിക്കരുത്. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പഠിക്കരുത്. ദൈവം അനുഗ്രഹിക്കുന്നത്, ദൈവം തരുന്നുണ്ട്. പ്രവചന തലത്തിൽ കൂടെ ദൈവം തരുന്നുണ്ട്. എനിക്കറിയാം തരുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദൈവം തരുന്നുണ്ടെന്ന് ഉറപ്പാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വിശ്വസിക്കുമ്പോഴോ ബോധനം പറയുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ദൈവം സംസാരിക്കും. ഇടയിൽ സംസാരിക്കുമ്പോൾ അത് അച്ചിട്ടായിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഓർക്കണം, കിട്ടിയിരിക്കും. ഇവിടെയുണ്ട് ആൾക്കാര് കിട്ടിയത്, പറയുന്നില്ല എന്നുള്ളൂ. അവരിങ്ങനെ പിടിച്ച് വെച്ചിരിക്കുക. അങ്ങനെ വെക്കരുത് പൊന്നു മക്കളെ, വെക്കരുത്. വെക്കുന്തോറും ആ ഹൃദയ കാഠിന്യത്തിലേക്ക് പോവുകയാണ്, വിശ്വാസരാഹിത്യത്തിലേക്ക് പോവുക. ചെറുതും വലുതായും നമ്മൾ എടുത്ത് പറയണം. യേശുവിനെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റു പറയുകയാണെങ്കിൽ ഇതാ പിതാവ്, യേശു പിതാവിന്റെ മുമ്പിൽ നമ്മളെ ഏറ്റു പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതല്ല, വചനമാണ്. ചിലർക്കറിയാമോ
വചനമാണ്. ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടായിക്കൊള്ളട്ടെ, ഇനിയും അഡ്വാൻസ് തന്നോട്ടെ. എന്തെല്ലാം വന്നു. പണ്ട് അമ്മി വന്നു, ഇഡ്ലി ഇങ്ങനെ അരച്ചു, ഇപ്പൊ മിക്സിയിൽ അരച്ചു, ഇപ്പൊ ദോശ ചൂടാനുള്ള മെഷീൻ വന്നു, ഈ ഡിജിറ്റൽ വാച്ച് വന്നു. എല്ലാം ഇനിയും ലേറ്റസ്റ്റ് വന്നുകൊണ്ടേയിരിക്കണം. ആപ്പിൾ പ്രോ 15 വന്നു, 16 വരുന്നു, 17 വരും. ഇതൊന്നും അല്ല വിഷയം. ഇത് വന്നുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ അവിടെ പോയി താമസിക്കും. അടുത്ത തലമുറ അവിടെ പോയി താമസിക്കും. ഇതൊന്നല്ല. അന്നും ഇന്നും എന്നും ജീവിക്കുന്ന കർത്താവിനെ നീ തിരിച്ചറിയുക, രുചിച്ചറിയുക, നീ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശു അറിയാതെ ഒരു കാര്യം മുന്നോട്ട് പോകുന്നില്ല. മനുഷ്യൻ അന്തിമ തീരുമാനം അവൻ എവിടെയോടെ കണ്ടുപിടിക്കും. അവസാന നിമിഷം കർത്താവ് വരും. അപ്പൊ നമുക്ക് തന്ന ജീവിതത്തില് വിശ്വാസരാഹിത്യമില്ലാതെ, വിധിയകാഠിന്യമില്ലാതെ, കരുണയുള്ളവനായി കർത്താവിന്റെ മുമ്പില് കർത്താവെ കുറ്റപ്പെടുത്താത്ത രീതിയില് ഞാൻ 2 കരങ്ങളെ ഉയർത്തി എളിമപ്പെടുന്നു. കർത്താവെ, എനിക്ക് നിന്റെ വിവേചനം നൽകണമേ, വിവേകം നൽകണമേ, പരിശുദ്ധാത്മാവിനെ നൽകണമേ. യേശുവേ, എനിക്കൊന്നും അറിയില്ല എന്ന് തിരുവരിയിൽ ആരാധനയില് നിലവിളിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നിന്റെ പ്രോബ്ലത്തിലല്ല നിലവിളിക്കുന്നത്. നിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് കർത്താവിന്റെ വചനം ഉള്ളിൽ കയറുന്നില്ല. മാർക്കോസ് 12:24 വിശുദ്ധ ലിഖിതങ്ങളോ കർത്താവിന്റെ വിരുദ്ധ വാഴുന്ന വചനങ്ങളോ നിന്നെ സ്പർശിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ജനങ്ങൾക്ക് പ്രശ്നം. കണ്ണടച്ച് വിശ്വസിക്കണം. അന്നും ഇന്നും എന്നും ജീവിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഈ ആകാശത്തിന്റെ കീഴെ. അത് ഇതാ ദൈവം തമ്പുരാനായ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ജീവനുള്ള യേശുക്രിസ്തു. ഹല്ലേലൂയ. അത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ജീവിതയാത്രയില് പ്രശ്നങ്ങൾ വരുന്നു, കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പറ്റാണ്ട് വരുന്നു, എല്ലാം വരും. പക്ഷെ ദൈവം തൊടും നമ്മളെ. യേശു തൊടും മക്കളെ, തൊടും 100% തൊടും. നമ്മള് ഒരാളെ നോക്കണ്ട. ഞാൻ പറഞ്ഞെങ്ങനെയായിരുന്നു, അയ്യോ അവർക്ക് ഇങ്ങനെ കിട്ടിയില്ലോ, എനിക്ക് തന്നില്ലല്ലോ കർത്താവേ, ഈശോയെ എന്ന് പറഞ്ഞ് പോണ്ട ആവശ്യമില്ല. നമ്മൾ അറിവില്ലാണ്ടാണ് പോണേ കർത്താവിന്റെ മുമ്പില്. കർത്താവിന്റെ മുമ്പില്. എനിക്കുള്ളത് കർത്താവ് തക്ക സമയത്തിന് ഡാനിയലിന്റെ ഒറ്റ പക്കലെ വെക്കും. പൊക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. പൊക്കി കർത്താവിനെ നടക്കണം. ബിഷപ്പിന് പോലെ എന്നത്തെ സന്തോഷപ്പെട്ടു. അത്രയും ടെൻഷൻ അവർക്കുണ്ടാവേ. ഈ കാര്യത്തില് വിശ്വാസരാഹിത്യത്തിലും ഈ സഭയുടെ കാര്യത്തിലും ഭയങ്കര പ്രശ്നമാണ്. പൊളിറ്റിക്സും പ്രശ്നങ്ങളും നിങ്ങൾ കേൾക്കുന്നില്ലേ? അങ്കമാലിയിലും അവിടെയും ഇവിടെയും. നമ്മൾ അതിനൊന്നും പോണ്ട. എന്റെ വിശ്വാസം കർത്താവിന് എത്രത്തോളം ഉണ്ട്. കർത്താവെ, ഈശോ ആണ് പിന്നെ കൊണ്ടുപോകേണ്ടത്. അവിടെ ഇവിടെയൊക്കെ എനിക്കുണ്ടെങ്കിൽ എന്നെ പാട്ട് പാടാൻ സമ്മതിച്ചാൽ പാട്ട് പാടും. ഇന്ന് വചനം പറഞ്ഞു. ഇന്ന് അവിടെ പോയി ഇതാക്കുന്നത് അത് മതി. ഞാൻ വേറെ ആളെ നോക്കിയിട്ട് കാര്യമില്ല. ഒരാളെ നോക്കിയിട്ട് കാര്യമില്ല. എസ്ഐയുടെ പ്രവചനം ഏഷ്യയുടെ ബുക്കില് 59:21. ഏഷ്യ 59:21. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അതിരുകളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അതിരുകളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. ഞാനും നമ്മളുമായി കർത്താവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി എന്താണ്? ഉടമ്പടി കൃപാസനത്തിന് പോയി എടുക്കുന്നില്ലേ? ദൈവത്തിന്റെ ഉടമ്പടി നോക്കുക. ഉടമ്പടി ഇതാണ്, നിന്റെ മേലിലുള്ള എന്റെ ആത്മാവും
നിന്റെ ആദരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ ആദരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്തത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വൈദികനും പറഞ്ഞത്, ഒരു മാപ്പാപ്പയാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ വചനം കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ഭാഷയിൽ എടുത്തു പോയാലും ഈ വചനത്തിൽ തന്നെയാണ്. വ്യത്യാസമില്ല. വിശ്വാസരാഹിത്യത്തോടു കൂടി ഹൃദയ കാഠിന്യം കൂടി ചേർന്ന് വന്നാൽ നമുക്കിത് മനസ്സിലാവില്ല. നമ്മൾ എത്ര വർഷം പ്രാർത്ഥനയിലായാലും ഒക്കെ നല്ല ശരി, ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥനയ്ക്ക് വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്ക് സന്തോഷമുണ്ട്. ഒരാൾ നമ്മളെ കാട്ടിൽ തകർച്ചയിലായി, അല്ലെങ്കിൽ നമ്മളത്ര തകർച്ചയായി ഒരാൾ വന്നിട്ട് അയാള് നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് അയാൾക്ക് യേശുവിനെ കൊടുക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് നമ്മുടെ കയ്യിലുണ്ടോ? അതാണ് വിശ്വാസരാഹിത്യവും ഹൃദയകാഠിന്യം. ഞാൻ ഇന്നപ്പോ അയാളോട് വയ്ക്ക് ഇതൊക്കെ സന്തോഷമായിട്ടോ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റൂ. അവിടെ വിധിക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ മനസ്സിൽ ഓടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, കർത്താവ് നമ്മളെ കുറ്റപ്പെടുത്തില്ലേ? പാർക്കോസിന്റെ വിശേഷം പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തും. നമ്മൾ വെറുതെ പോയി വരികയാണ്. ഒരു ടേപ്പ് കാണുന്നത്, ഒരു പാട്ട് റിപ്പീറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്താൽ അത് ഇങ്ങനെ പാടി വീണ്ടും പാടി പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. പാട്ട് കേൾക്കുന്നവർക്ക് രസം, പക്ഷെ അതേ പാട്ടിന് കേട്ടുകൊണ്ടിരിക്കും. എന്താ അങ്ങനെ ആവരുത്. എന്റെ ജീവിതത്തിൽ ഒരു പൊട്ടിക്ക് യേശുവിന്റെ മുമ്പിൽ ചെറുതോ വലുതോ കർത്താവേ ഐ എം സോറി, കർത്താവേ ഐ എം സോറി. അപ്പൊ അതിനൊരു പോംവഴി ഇങ്ങനെ അറിയും. സോറി പറഞ്ഞിട്ട് എങ്ങനെ അറിയും? സോറി പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കള്ളുകൂടിയനാണ് എന്ന് വിചാരിച്ചു. ആ ആത്മാവിനെ നേടിയെടുക്കാൻ എങ്ങനെ അറിയും? വേറൊരു ആത്മാവിന് അതുപോലെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് സാറില്ലാട്ടോ, ഞാൻ പ്രാർത്ഥിക്കാട്ടോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോ അവിടെ ഇവിടെ വിടുതലാവും. പല വഴികളുണ്ട്. നമ്മളെല്ലാം വിടുതൽ ചെയ്യുന്നത്. ഡാനിയിലെ വിട്ട ആൾക്കാരൊന്നും അല്ല വിടുതൽ ചെയ്യുന്നത്. യേശുവിന്റെ പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തുവാണ്, പിതാവാണ് ജനനം ചെയ്യുന്നത്. അതിന് ഈ വിശ്വാസരാഹിത്യം നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 3-ാം അധ്യായം 25-ാം തിരുവാക്യം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 21 സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വത്തിലുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. കണ്ട, നമ്മളിപ്പോ ഈ ബലഹീനതയില് ദുർബലതയില് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്കറിയില്ല ഏതാ എങ്ങനെയാണ്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വത്തിലുള്ള ശരീരം പോലെ. ഇന്നൊരു വചനമാണ് യേശു ക്രിസ്തുവിനോട് തുലനം ചെയ്യുന്ന ആ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ ആ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ചില കാര്യമല്ലത്. വലിയ കാര്യം. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യം. ഭയങ്കര അൺഫേവറബിൾ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇതാണ് ദൈവത്തെ. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തില് ഒന്നുകൂടി ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തില് 32:18 എടുത്താലും 32:18 ഏഷ്യ പ്രവാചകൻ, എന്റെ ജനം സമാധാനപൂർണമായി വസതിയിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. കേട്ടോ, ദൈവം പറയാണ് എന്റെ ജനം
സമാധാനപൂർണമായ വസതിയിൽ പാർക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സമാധാനമായിട്ട് നമ്മൾ ആ പീസ് ഓഫ് മൈൻഡിൽ നമ്മൾക്കിപ്പോ ചിലപ്പോ പൈസ ശമ്പളം ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പക്ഷെ യേശു ക്രിസ്തുവിന്റെ സമാധാനത്തിൽ ജീവിക്കാനുള്ള ഇതിന്റെ വലിയ കാര്യങ്ങളുണ്ടോ? ഞാനത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെന്ന് അനുഭവിക്കുന്നുണ്ട്. ചില സമയം നമ്മൾ ഈ ലോകത്തോട് കൂടി ചേർന്ന് പോകുമ്പോൾ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വരും. പക്ഷെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, അത് എന്റെ ഇന്ന് ഡിറ്റാച്ചബിൾ ആവും, അറ്റാച്ച് ആവില്ല. അറ്റാച്ച് ആയിട്ടുള്ളതെല്ലാം യേശുവിനെ വിളിക്കുമ്പോൾ ഡിറ്റാച്ചബിൾ ആവണം. അതാണ് ഈ വിശ്വാസരാഹിത്യവും ഈ ഹൃദയ കാഠിന്യം. നമുക്ക് യേശുവേ എനിക്ക് പ്രശ്നമുണ്ട്, കടമുണ്ടെന്ന് പറഞ്ഞാൽ ഡിറ്റാച്ചബിൾ ആവുന്നുണ്ടോ? ഡിറ്റാച്ചബിൾ ആവാത്ത കാര്യങ്ങൾ ഡിറ്റാച്ചബിൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആവണം. ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നമുക്ക് ഓടി 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 വന്നില്ലെങ്കിൽ അത് ഭയങ്കര പാടാണ്. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം തിരുവചനം മതി, 5-ാം തിരുവചനം 5. യാക്കോബ് 1:5. അവിടെയാണ് യാക്കോബ്. ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. യേശു നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഹൃദയ കാഠിന്യവും വിശ്വാസരാഹിത്യവും. ഇപ്പൊ ദൈവം പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്റെ ജ്ഞാനം കുറവാണോ? ജ്ഞാനത്തിന്റെ കുറവാണോ? നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? വചനം കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? എന്നോട് ചോദിക്കും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇറങ്ങി മറിയുന്ന കടൽ തിരമാലയ്ക്ക് തുല്യനാണ്. സംശയം കൂടെ കുഴപ്പം. നമുക്ക് എപ്പോഴും സംശയങ്ങൾ വരും. കാരണം ഒരാൾ തന്നെ പലതും ഈ മാതാവിന്റെയും ക്രിസ്ത്യാനിന്റെയും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ ഒരു ഡൗട്ട് ചോദിക്കാം. നിങ്ങൾ എനിക്ക് തീർത്ത് തരും, ഒരു ഡൗട്ട് തീർത്ത് തരും. തീർത്ത് തരും. കർത്താവിന് എത്ര മാതാവുണ്ട്? പറയാം, ധൈര്യമായിട്ട് പറയാം. അത് പറയാൻ ചില പേടി എന്തിനാ? ധൈര്യമായിട്ട് പറയല്ലേ? കർത്താവിന് മാതാവേ ഉള്ളൂ, മാതാവേ ഉള്ളൂ. അപ്പൊ ഈ കാൽവരിയിൽ ഇങ്ങനെ യേശു ഇങ്ങനെ മരിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മുടെ വചനത്തിലാണ്. ഞാൻ സിമ്പിളായിട്ട് പറയാം. കർത്താവ് നമ്മുടെ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ മരിക്കാൻ നേരത്ത് അപ്പൻ മരിക്കുന്ന സമയത്ത് മക്കളൊക്കെ വിളിക്കും. മരിക്കാറായി, മക്കളൊക്കെ വിളിക്കും. എന്നിട്ട് പറയും, ഇതാ എന്റെ സ്വത്ത് എഴുതി വെക്കും, എന്റെ സ്വത്ത് ഞാൻ മരിക്കാൻ പോവാം, എന്റെ സ്വത്ത്. അതുപോലെ കർത്താവ് മരിക്കുന്ന സമയത്ത് കർത്താവിന്റെ സ്വത്ത് എന്തായിരുന്നു? മാതാവിനെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചോ? യോഹന്നാനെ വിളിച്ചിട്ട് ഏൽപ്പിച്ചോ? മാതാവിനെ ഏൽപ്പിച്ചോ? അപ്പൊ മാതാവ് എന്ത് പറഞ്ഞു? മാതാവിന്റെ അടുത്തേക്ക് പോയപ്പോ, കല്യാണം വരുന്നതിന് പോയപ്പോ മാതാവ് എന്ത് പറഞ്ഞു? നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കുവിൻ. ആര് പറയുന്നത്? യേശു പറയുന്നത് കേൾക്കുവിൻ, അല്ലേ? അപ്പൊ യേശു പറയുന്നതാണോ നമ്മൾ കേൾക്കുന്നത്? ഇതാണ് ഇമ്പോർട്ടൻറ്റ്. വിശ്വാസരാഹിത്യത്തിലും ഹൃദയ കാഠിന്യത്തെയും പറ്റി ചിന്തിക്കുമ്പോൾ യേശു പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇരുതല വാളിന്റെ മൂർച്ചയുള്ള, അല്ലെങ്കിൽ ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം യേശു തന്നെയായിരുന്നു. അപ്പൊ ആ വചനം നമ്മൾ കാണാപ്പടം വായിച്ചു, 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. 25 ദിവസത്തിൽ ഒരു ബൈബിള് മൊത്തം വായിച്ചു തീർത്തു. ഇതെല്ലാം ശരിയാണ്, അല്ലേ? ബൈബിള് അടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കാണാപ്പാടം അറിയാം, എല്ലാം ചെയ്യാം. പക്ഷെ
വിശ്വാസരാഹിത്യവും കൃതികാഠിന്യവും കടന്നു വരുമ്പോ യേശു നമ്മളെ കുറ്റപ്പെടുത്താം. അതിലേക്ക് നമ്മൾ പോകരുത്. അപ്പൊ ദൈവം നമുക്കപ്പൊ നമുക്ക് എന്താ നമുക്ക് ആകെ ഈ വിഷമത്തിലും ദുഃഖത്തിലും നമുക്ക് ആകെപ്പാട് ഒരു ഇതായതുകൊണ്ടാണ് നമുക്ക് അത് വിശ്വാസത്തിലാണ് പല ചിന്തകൾ നമ്മൾ വേട്ടയാടുമ്പോൾ കുടുംബത്തിന്റെയും ടെൻഷനും അത് ടെൻഷൻ പണം ടെൻഷൻ അത് ടെൻഷൻ ഇത് ടെൻഷൻ ആവുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ വിശ്വാസത്തിൽ ആ ഒരു വിശ്വസിക്കുന്നവന് ദൈവവചനം കാണാം. അല്ലേ? അതന്നെ പറഞ്ഞേ. അപ്പൊ നമ്മൾ വിശ്വാസികളല്ലേ? ആണല്ലേ? നമ്മൾ വിശ്വാസികളാണോ? ഉറപ്പാണോ? ഇനി പറയൂ. ഇനി വിശ്വാസരാഹിത്യത്തിലോ ഇതേ കാര്യത്തിലോ ആയിരിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ബുദ്ധിമുട്ട്. 2 കൊരിന്തോസ് 12 മുതൽ 12-ാം അധ്യായം 2 കൊരിന്തോസ് 12-ാം അധ്യായത്തില് 7, 8, 9. 2 കൊരിന്തോസ് വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് നിന്റെ ബലഹീനതയെ പറ്റി നീ പ്രശംസിക്കും. ദൈവത്തിന്റെ കൃപ പറയുമ്പോൾ അവിടെ തളർന്നു പോകാനോ വിശ്വാസ ഇതിലേക്ക് വരാനോ ഹൃദയകാരുണ്യത്തിലേക്ക് പോകാനോ അല്ല, ഒരു സംശയത്തിലേക്ക് വരാനല്ല. ദൈവം നമുക്കൊരു ചെറിയ മുള്ളു തരുന്നത് അതിന് പറയുന്നില്ലേ വിശ്വാസിന്റെ ദൂതനാണെന്ന്. ആ മുള്ളു പല മുള്ളും നമുക്ക് തരും. എനിക്ക് തന്നിട്ടുണ്ട്, എനിക്ക് തരും ജീവിതത്തില്. അയ്യോ ഇതെനിക്ക് തന്നില്ല ഈശോയെ, അതിനു വേണ്ടിയിട്ടൊന്നും വേണ്ട, അത് മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞേ. അതാണ്. എന്നിട്ട് ദൈവം എന്താ പറഞ്ഞേ? നിനക്ക് എന്റെ കൃപ മതി. ആരും പേടിക്കണ്ട. നമ്മളിപ്പോ സ്വർഗത്തിലാണ് ഇരിക്കണം. നമ്മള് ശരിക്കും ദൈവ കൃപയിലാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, സംശയിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കോർട്ട് കേസോ മറ്റേക്കാളോ ഒന്നുമില്ല. നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല, സർക്കാരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാൻ അടുത്ത നിമിഷം ഭക്ഷണം കഴിക്കാൻ സാധിക്കും. നമുക്ക് വീടുണ്ട്, സംഗതി കടവും സാമ്പത്തിക ഞെരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, മുള്ളുണ്ടായിക്കോട്ടെ. ദൈവ കൃപയിലാണ് നീ ആയിരിക്കുന്നത്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ദൈവ കൃപയിലാണ്. ഈ സമയം നിന്റെ ആത്മാവിനെ എടുത്താൽ കഴിഞ്ഞു. അപ്പൊ നമ്മളെപ്പോഴും സന്തോഷിക്കുക, ഉള്ളതിൽ സന്തോഷിക്കുക. അതാണ് ഇമ്പോർട്ടന്റ്. ഉള്ളതിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. ഉൽപ്പത്തി 17:1 അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർദ്ധിക്കുക. അബ്രാമിന് 99 വയസ്സായി. എന്നിട്ട് കർത്താവ് പറയാ, എന്റെ മുമ്പിൽ കടന്നു. നീ വയസ്സായതോ നീ സുഖമില്ലായ്മയോ ഒന്നും പ്രശ്നമല്ല. ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കുകയാണെങ്കിൽ കർത്താവ്, അതെന്താ പറഞ്ഞ കർത്താവ് ഉണ്ടെന്നേ. നമ്മളത് അനുഭവിക്കണമെങ്കിൽ നമ്മളതിനെ അതാണ് നമ്മളുണ്ട്. തീർച്ചയായിട്ടും യേശുവിൻ പ്രിയ സഹോദരന്മാരെ, ഒരു വചനം കൊണ്ട് വായിക്കാം. ഹെബ്രായർക്ക് എഴുതിയ 4-ാം അധ്യായത്തില് 14, 15, 16.
സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹകരിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇത്രയുള്ളൂ കാര്യങ്ങൾ. കാരണം ഇതെല്ലാം ദൈവം വചനത്തോടു കൂടി നമുക്ക് കാണിച്ചു തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പാവം ബലഹീനരാണ്. ഞാനും നിങ്ങളും ഒക്കെ ബലഹീനരാണ്. നമുക്ക് ഭയം, പേടി വരും. അതുപോലെ തന്നെ പല പ്രയാസങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രയാസമൊക്കെ വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയാസം വന്നാലും അങ്ങനെയാണെങ്കിൽ ഇസ്രായേലും അവിടെയൊക്കെ കണ്ടില്ലേ എന്തോ ഒരു പ്രയാസം. അതിന് ചിന്തിക്കാൻ പറ്റും നമുക്ക്. എത്ര പേര് മരിച്ചു, എത്ര പേര് ഒന്നുമില്ലാണ്ടായി. നമ്മൾ പറയും ഇസ്രായേല് ദൈവത്തിന്റെ ദൈവം വിട്ടുകൊടുക്കില്ല. ഇവിടെ ഇരുന്നിട്ടേ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയണം. എന്താണ് ഞാൻ അതല്ലേ നന്ദി. ദൈവം അറിയാതെ ഒന്നും നടക്കില്ല. ദൈവമേ കാത്തു പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ കാത്തു പാലിക്കാനാണ് പറയുന്നത്. നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തിൽ സമീപിക്കാം. അല്ലാണ്ട് ഓരോ ആർക്കും എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? ദൈവം പറയണം നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നീ ആരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് പറയട്ടെ. യേശുവിനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? മാതാവിനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പറച്ചിലല്ലേ ഉള്ളൂ. പക്ഷെ കാണുന്നത് നമ്മുടെ സ്നേഹത്തിലാണ്, അന്യോന്യം പ്രവൃത്തിയിലാണ് നമ്മൾ കാണുന്നത്. അത് ദൈവം കാണിച്ചു തരും നമുക്ക്. അതാണ് ശരിക്കും സത്യമായിട്ട് അതാണ്. അതിൽ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും വേണമെന്നുള്ളതാണ് വലിയ കാര്യം. ആത്മാർത്ഥതയും നിഷ്കളങ്കതയും വേണമെന്നാണ് വലിയ കാര്യം. ഒന്ന് തിമോത്തിയോസ് 6-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനെ ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഇത് സത്യമായ വചനമാണ്. എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ? നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്ന് അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ യേശു ക്രിസ്തുവിലാണ്. യേശുവിനെ മനസ്സിലാക്കിയതേ വലിയ കാര്യം. എന്നിട്ട് അതിലാണ് സ്വയെ നന്ദിയുണ്ട് കർത്താവേ എന്ന് ഉള്ളത് കൊണ്ട് അവന് നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി നമ്മുടെ വയറ്റിൽ നിന്ന് ജനിച്ച 3 കുഞ്ഞുങ്ങളാണെങ്കിലും ആ 3 കുഞ്ഞുങ്ങൾ ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് 3, 4, 5 കുഞ്ഞുങ്ങൾ വന്നാലും ഈ അമ്മയുടെ ബ്ലഡിന്റെ കളറ് റെഡാണ്. ഈ കുഞ്ഞിന്റെ ബ്ലഡിന്റെ കളറ് റെഡാണ്. പക്ഷെ ഈ 3 കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്. അമ്മയുടെ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്. അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നത് ഈ 4 കുഞ്ഞും 3 കുഞ്ഞും. പക്ഷെ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്. ഗ്രൂപ്പിനെ മാറ്റാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോ 3 കുഞ്ഞിനും ഒരേ ഗ്രൂപ്പ് ആക്കിക്കൂടെ? അതാവുന്നില്ല, വ്യത്യാസമാണ്. എന്നതുപോലെ നമ്മളത് അയ്യോ ചേട്ടാ ഞാൻ AB പോസിറ്റീവാ, ചേച്ചി B പോസിറ്റീവാ, അയ്യോ കാര്യമില്ല. അതാതിന് കിട്ടുള്ളൂ. ചേച്ചിക്ക് കിട്ടേണ്ട ഭക്തി
ചേട്ടന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യണം? ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ ഒരു വഴിയില്ല അതില്. ചേച്ചി നന്നായോ നന്നായില്ലയോ അത് കർത്താവ് തീരുമാനിക്കും. നമ്മൾ ആ ചേച്ചിക്ക് വേണ്ടി നമ്മുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടോ അതായിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ നിന്റെ ശത്രുവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിനനുസരിക്കാതെ നമ്മളുടെ കാര്യം മാത്രം ചോദിച്ചോണ്ടിരുന്നാൽ ഹൃദയ കാഠിന്യത്തിലേക്ക് കടന്നു വരും, വിശ്വാസരാഹിത്യത്തിലേക്ക് കടന്നു വരും. കർത്താവ് നമ്മളെ കുറ്റപ്പെടുത്തേണ്ടി വരും. നമുക്കൊന്ന് എണീക്കാം. ആരാധനയ്ക്ക് കടക്കുന്നതിന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുഞ്ഞുങ്ങളടക്കം ഈ കേട്ട യേശുക്രിസ്തുവിന്റെ പരിചയാകുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിൽ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, എന്നെ നോക്കണ്ട, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 2 നിയോഗം എന്ന് പറഞ്ഞാൽ 2 നിയോഗം എന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു, അതായത് ഇപ്പോ ഒരു പെണ്ണിന് വിവാഹപ്രായം എത്തി, അവൾക്ക് കല്യാണം നടക്കുന്നില്ല, കല്യാണം നടക്കണം. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഒരാൾക്ക് ജോലി ഉണ്ട്, അത് തൃപ്തിയല്ല, നല്ലൊരു ജോലി ശമ്പളം കിട്ടണം, അതും നല്ലതാണ്. ഇനി ഒരാൾ വിസിറ്റിങ്ങിലാണ്, അയാൾക്ക് ജോലി വേണം. ഇനി ഒരാൾക്ക് വീടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കടബാധ്യത, അങ്ങനത്തെ ഇമ്പോർട്ടന്റ്. ഇപ്പോ കോർട്ട് കേസ് എനിക്ക് കാണിച്ചു, ഉള്ളിൽ കോർട്ട് കേസ് എനിക്ക് ഇവിടെ കാണിച്ചു. അപ്പൊ കോർട്ട് കേസില് ഒരു അമൃതമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ കോർട്ട് കേസ് തീരാൻ വേണ്ടി എന്തെങ്കിലും ആയിക്കോട്ടെ, കർത്താവ് ഇടപെടണം, യേശു ക്രിസ്തു ഇടപെടണം. അതിനു വേണ്ടി നമ്മള് ഇമ്പോർട്ടന്റ് 2 പേരും, ഒരാൾ മകളുടെ കല്യാണം കഴിയണം, വീടിന്റെ കേസും 2 ഇമ്പോർട്ടന്റ്. അപ്പൊ 2ഉം പ്രാർത്ഥിക്കാം. 2 നിയോഗം. അങ്ങനെയാണ് 2 നിയോഗം ഞാൻ പറഞ്ഞത്. കുട്ടികൾക്ക് പ്രാർത്ഥിക്കാം, പഠിക്കാൻ, മാർക്ക് കിട്ടാൻ, നല്ല ബുദ്ധി കിട്ടാൻ, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ 2 നിയോഗം ഇന്ന് നിങ്ങൾക്ക് മനസ്സിൽ വെച്ചോ. ഈ വചനങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ്. ഞാനത് ഒരു ദൂതനായ പോലെ ദൈവം എന്നെ അയച്ചതുപോലെ ഞാൻ ഒന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ വിശ്വാസരാഹിത്യത്തെയും എടുത്തു മാറ്റി, ഹൃദയ കാഠിന്യത്തെ എല്ലാം എടുത്തു മാറ്റി, കർത്താവിനെ പൂർണ്ണമായി തൊട്ടതുപോലെ വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് നിങ്ങളെ 2 നിയോഗങ്ങളെ സമർപ്പിച്ച് ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഇനിയും അനേകം ശുശ്രൂഷകൾ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അനേക മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് കൃപയ്ക്ക് വേണ്ടി ഈ ലോകത്തിലായിരിക്കുമ്പോൾ സ്വന്തമാത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള കൃപയും സ്വർഗത്തിൽ യേശുവിന്റെ മുമ്പ് കണ്ട് ആരാധിക്കാനുള്ള കൃപയും ശരിയായിരിക്കുവാനുള്ള കൃപയും നൽകാൻ ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
ഹൃദയത്തിന്റെ മോഹികളാവട്ടെ വിശദീകരിക്കുന്നു. ഓരോരുത്തരെയും ഹൃദയത്തിന്റെ മോഹികളാണ് സമർപ്പിക്കുന്നു. അവിടുത്തെ സത്യത്തിലേക്ക് അവിടുന്ന് തിരുവനന്തപുരം കഴിഞ്ഞു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുവനന്തപുരം കഴിഞ്ഞു ഇതുവരെയുണ്ടായ നിറഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ സംസാരിച്ചപ്പോഴും മറ്റുള്ളവർ ഞങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും ഉണ്ടായ വേദനകളെ ഓർത്ത് ആ വേദനകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കും. കർത്താവെ, തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കുന്നു. ഞങ്ങളുടെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിയാലും ഞങ്ങളുടെ ബുദ്ധി മനസ്സാത്മാവിന്റെ എല്ലാ പ്രവൃത്തികളും ഞങ്ങളുടെ ബോധ മനസ്സ് പ്രവൃത്തികൾ ചെയ്ത എല്ലാ പാപങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കേൾക്ക വചനത്തിന്റെ അത്ഭുത ശക്തിയാണ് കർത്താവെ ഞങ്ങൾക്ക് കഴുകി വിശദീകരിക്കുന്നത്. 1 Petros 1:18 തിരുവചന പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഞങ്ങളിലേക്ക് കടന്നു വന്ന പാപാനന്ദനങ്ങൾ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശദീകരിച്ച് അവിടുന്ന് നിർമ്മലരാക്കണം. വീണ്ടും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ദാനമായി നൽകിയ സകലത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വിശദീകരിക്കുന്നു. സങ്കീർത്തനത്തിൽ 4:19 ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസങ്ങളുടെ ഈ വചനത്തിന്റെ ആത്മ ശക്തി കോർത്തിയാണ് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയമരിതരാകുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാടുകളിൽ കർത്താവ് ചെയ്യാൻ വചനത്തിന്റെ ആത്മശക്തി. ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും മാപ്പി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാവരോടും ആരെങ്കിലും എന്റെ പ്രവൃത്തി മൂലമോ സംസാരം മൂലമോ മറ്റെന്തെങ്കിലും മൂലമോ വേദനിക്കാനിടയായിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തൊട്ട് ഈ കാലഘട്ടം വരെ കർത്താവി അവിടുന്ന് സ്ത്രീ മുറിവുകൾ വീണ്ടും വീണ്ടും ഏൽപ്പിക്കുന്ന ആ മേഖലകളോ നമുക്ക് കർത്താവ് സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവി ഞങ്ങളുടെ ഉച്ച മുതലുള്ള കാലം വരെയുള്ള എല്ലാവരെയും അവങ്ങൾ കൂടി അവങ്ങളെ ആവശ്യമില്ല. ഉച്ച മുതലുള്ള കാലം വരെയുള്ള ശരീരഭാഗം സമർപ്പിക്കുന്നു. കർത്താവിങ്ങൾ തിരുവെട്ടാലും കഴുകി വിശദീകരിക്കുന്നത് കർത്താവിൽ പുതിയൊരു നിർമ്മലമായ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഇപ്പോൾ നേതൃത്വത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ തകർന്നു കിടക്കുന്ന ആലയങ്ങളെ അവിടെ നിന്ന് കഴുകി വിശദീകരിച്ച് നിർമ്മലമാക്കി അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും പുതുക്കി അതനുസരിച്ച് കർത്താവ് എല്ലാവരോടും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾക്ക് ഇപ്പോൾ ആയിരിക്കുന്ന സമസ്ത മേഖലകളെയും സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാറ്റിന്റെ മേലും കരുണ ചൊരിയണമേ. അന്ന് പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കണം. കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങോട്ട് ചേർന്നിരുന്നത് അങ്ങയെ ആരാധിക്കാൻ സ്തുതിക്കാൻ ബോധപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും ഫലദാനങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനെ വലിയ കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തണമേ. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പഴക്കദോഷങ്ങളെ സമർപ്പിക്കുന്നു. പാപമേഖലകളെ സമർപ്പിക്കുന്നു. സകലത്തിന്റെയും മേലും അവിടുന്ന് ആയിരിക്കണം. തിരുരക്തത്താൽ കഴുകി പുതിയൊരു മനുഷ്യനാക്കി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ.
പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടും ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി കർത്താവെ അങ്ങേ ആരാധിക്കാനുള്ള നൽകി അനുഗ്രഹിക്കണം. പുറപ്പാട് 23, 25, 26 നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. നിർവിചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിലുണ്ടാകുകയില്ല. ഞാൻ നിനക്ക് ദീർഘായുസ്സും നൽകും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും ആരാധിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ചു. യോഗ്യമായ നിങ്ങളുടെ കുടുംബങ്ങളെ നിരന്തര നയിച്ചു പരിശുദ്ധ പ്രഭാത നേരവും ആരാധന നിരന്തര നയിച്ചുകൊണ്ടിരിക്കുന്ന യോഗ്യമായ രാജ്യങ്ങൾ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്ന ആരാധന
പരിശുദ്ധ പരമദിവ്യകാരൻ ഈശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരൻ ഈശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരൻ ഈശോയ്ക്ക് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. ഞങ്ങളുടെ കൂട്ടുകാരുടെ മധ്യസ്ഥനായ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. വിശുദ്ധ വിൻസെന്റ് പോൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. മദർ തെരേസ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. വിശുദ്ധ എബ്രൂസിനെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. സ്വാമി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. മറിയ തെരേസ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. ചൗറ കുര്യപ്പ സച്ചിനെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പേരിൽ കാരണദൂതന്മാരായ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം നേടാം. എന്റെ തമ്പുരാനെ അടയാളത്താൽ ഞങ്ങളുടെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യേശുവിന്റെ സമാധാനം നമുക്ക് പരസ്പരം